ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൊടിയിലും പാടത്തൊക്കെ ഉണ്ടാകുന്ന കൂവ വെച്ചിട്ട് എങ്ങനെ പൊടി ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞങ്ങളിവിടെ കുറച്ച് കൂവ പാടത്ത് നിന്ന് കളച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയും വേരും ഒക്കെ മുഴുവനും ചെത്തി കളയിട്ട് വൃത്തിയാക്കി എടുക്കട്ടെ. ഇതുപോലെ ചെത്തി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി എന്താ ചെയ്യുന്നത് നോക്കാം. ഇമ്മൊരു കത്തി വെച്ചിട്ടാണ് തൊലി ചെത്തി എടുക്കുന്നത്. 2-3 പ്രാവശ്യം നന്നായി വൃത്തിയിൽ കഴുകി വെക്കുക. കഴുകി വെച്ച കൂവ ഓരോന്നും എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക മുഴുവനും. ഇനി ഇത് മുഴുവനും അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കട്ടെ. കൂവ മുഴുവനായും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചു. ഇനി ഈ കൂവ എടുത്തിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ജാറ് നിറയെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് പകുതി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തു. അരഭാഗം കഷ്ണത്തിന്റെ ഒപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നന്നായി അരച്ചെടുക്കുക. ഇപ്പൊ നന്നായി പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെമ്പിലേക്ക് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഒരു ചെമ്പെടുത്ത് അതിൽ അരഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൊരു കനം കുറഞ്ഞ ഷാള് കെട്ടിക്കൊടുക്കുകയാണ്. കട്ടി കൂടുതലുള്ള തുണി ഇതിന് പറ്റൂല. കനം കുറഞ്ഞ തുണിയാണ് നമ്മൾ ഇതിനായിട്ട് വേണ്ടത്. അത് ചെമ്പിൽ നിന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീല വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച കൂവയുടെ മുഴുവൻ പേസ്റ്റും ഈ തുണിയിലിട്ട് ഒരു വെള്ളമാക്കി എടുക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ച കൂവയുടെ പേസ്റ്റ് ആ തുണിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മുഴുവനും ഒന്നിച്ചിട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കൈ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് കൂവയുടെ പേസ്റ്റിൽ നിന്നും പൊടി താഴത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരിക. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നമ്മൾ അതിൻ്റെ പേസ്റ്റ് പിഴിഞ്ഞ് പുറത്തേക്ക് ഒഴിവാക്കുക. പിന്നെ ആ പേസ്റ്റ് ഒന്നിനും പറ്റില്ല. നമുക്കതിൻ്റെ വെള്ളമാണ് ആവശ്യം. ഇനി നമ്മൾ ആ പേസ്റ്റ് ഇതുപോലെ 2 കൈയും വെച്ച് പിഴിഞ്ഞ് പുറത്തേക്ക് ഒഴിവാക്കുകയാണ്. പേസ്റ്റ് ഇനി നമുക്കൊന്നിനും പറ്റില്ല. പൊടിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. മുഴുവൻ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പേസ്റ്റ് പിഴിഞ്ഞ് ഒഴിവാക്കുക. ഇങ്ങനെ മുഴുവനും ചെയ്തെടുക്കട്ടെ. 2 കൈയും വെച്ചിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. ആ തുണി കൂട്ടി പിടിച്ചിട്ട് ഒന്നിച്ച് പിഴിഞ്ഞാലും മതി. കൂവയുടെ പേസ്റ്റിൽ നിന്നും ഇതുപോലൊരു വെള്ളമാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ വെള്ളം 8 മണിക്കൂർ നമുക്കിവിടെ വെക്കാം. ഒന്ന് വെള്ളം തെളിഞ്ഞ് വരട്ടെ.
വെള്ളം മുഴുവനായും ഊറ്റി കളയാണ്. ഇതിൽ കാണുന്ന വെള്ള കളറാണ് നമുക്കിനി കൂവപ്പൊടി ആയി കിട്ടുക. ഇതാണ് കൂവപ്പൊടി. ഇപ്പം നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞു. ഇനി ഇതിൽ വേറെ നല്ല വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. കൂവപ്പൊടിയിലെ വെള്ളം മുഴുവനായും ഒഴിച്ച് കളയാണ്. 5 പ്രാവശ്യം നമ്മൾ ഇതുപോലെ കൂവപ്പൊടിയിലെ വെള്ളം ഒഴിച്ച് വേറെ നല്ല വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുത്തു. അങ്ങനെ 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ മുകളിൽ നല്ലൊരു തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കൂവപ്പൊടിയും വെള്ളവും ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കൊരു കിഴി കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്, കൂവപ്പൊടിയിലെ വെള്ളം മുഴുവനും വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കൂവപ്പൊടി മുഴുവനായും ആ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കീഴായി കെട്ടി വെക്കാം. നല്ല പോലെ വെള്ളം വാർന്ന് കിട്ടാനാണ് ഇതുപോലെ ചെയ്യണത്. കൂവപ്പൊടി കീഴാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റുന്നുണ്ട്. ഈ വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ പരത്തിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മുടെ കീഴിലെ വെള്ളമൊക്കെ നല്ല പോലെ വാർന്ന് ഈ പാത്രത്തിലേക്ക് ആയിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ മാറി. ഇനി നമുക്കത് കഴിച്ച് ഒരു പാത്രത്തിലേക്ക് പരത്തിയിടാം. ഇതുപോലെ കഴിച്ച് ഈ പൊടി നന്നായി പരത്തിയിടുകയാണ്. കൂവപ്പൊടി ഇതുപോലെ കിഴി കഴിച്ചൊരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കട്ട ഒന്ന് മിക്സ് ആക്കുകയാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നാളെ ഒരു പ്രാവശ്യം കൂടി വെയിലത്തിട്ട് ഉണക്കണം. അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ നമുക്ക് ഇട്ട് വെക്കാം. ഞങ്ങളിത് എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കലെന്ന് ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.